നമ്മളിന്ന് വോളിയം 13 CCTയുടെ വോളിയം 13 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് നമുക്ക് പ്രധാനമായിട്ട് അതിൽ വന്നിരിക്കുന്നത് വാല്യുവേഷൻ ഓഫ് ദി ബിൽഡിംഗ്. ഒരു കെട്ടിടത്തിന്റെ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, കെട്ടിടത്തിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ വാല്യുവേഷൻ ഓഫ് എ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിന്റെ മൂല്യം ആ സമയത്തെ എപ്പോഴാണോ എടുക്കുന്നത് ആ സമയത്തെ മൂല്യം കണക്കാക്കുന്നതിനാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വാല്യുവേഷൻ എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ് കോസ്റ്റും വാല്യൂവും. കോസ്റ്റ് എന്ന് പറഞ്ഞ പദവും വാല്യൂ എന്ന് പറഞ്ഞ പദവും. കോസ്റ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വാല്യൂ. കോസ്റ്റ് മീൻസ് ദ ആക്ച്വൽ കോസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് വാല്യൂ ഈസ് ദ present value depending upon supply, demand and various other factors are called value. Value എന്ന് പറയുന്നത് വ്യത്യാസപ്പെടും, കൂടെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. So value will be variable amount. At the same time cost is a fixed amount. So valuation of a building is the process of finding out the present value of a property at a time. And the two terms related to it is cost and value. Cost is the actual cost of construction and value is the present value considering all different factors. So then the next points, the next concept is what is the purpose of valuation. എന്തിനാണ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നത്, അതിന്റെ ആവശ്യകത എന്ത്. അതായത് നമുക്കൊരു അടുത്തൊരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് വൈസ് നമുക്ക് ഒരു 5-6 കൺസെപ്റ്റ് ഉണ്ട്. അടുത്തതായി ഒരു ബിൽഡിങ്ങിന്റെ വാല്യുവേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്, പർപ്പസ് ഓഫ് വാല്യുവേഷൻ. വാല്യുവേഷന്റെ പർപ്പസ് പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് ടു സെൽ എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതിന് അതിന്റെ വില അറിയണം, അപ്പോഴത്തെ വില. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാൻ, ഒരു ബിൽഡിംഗ് വാങ്ങുന്നതിന് അതിൽ നിർമ്മാണം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഒരു നിർമ്മാണം വാങ്ങുന്നതിന് അതിൻ്റെ വാല്യുവേഷൻ വില അറിയണം. ടാക്സ് കാൽക്കുലേഷൻ, മറ്റ് പല ടാക്സുകൾ, ഇൻകം ടാക്സ്, മുനിസിപ്പൽ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇങ്ങനെയുള്ള ടാക്സ് കാൽക്കുലേഷനും അതറിയണം, അതിൻ്റെ വാല്യൂ അറിയണം. വാല്യൂവിനനുസരിച്ചാണ് ടാക്സിൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. റെൻറ്റ്, എത്ര റെൻ്റാണ്, ആ ബിൽഡിങ്ങിന് എത്ര റെൻ്റാണ് കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയണമെങ്കിൽ അതിൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ ആ കെട്ടിടത്തിനെ വെച്ചിട്ട് ടേക്ക് ലോൺ ബേസ്ഡ് ഓൺ ദാറ്റ് വാല്യൂ. ആ വാല്യൂ അനുസരിച്ചിട്ടാണ്, കെട്ടിടത്തിൻ്റെ മൂല്യം അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൽ ലോൺ എടുക്കാൻ പറ്റുന്നത്. അക്വയറിംഗ് പ്രോപ്പർട്ടി ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുത്താൽ അതിനും അതിൻ്റെ മൂല്യം അറിഞ്ഞാലേ പറ്റൂ. അതുപോലെ ഇൻഷുറൻസ് ആണ്. കെട്ടിടം വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ്, കെട്ടിടം കള്ളന്മാരും തെഫ്റ്റ്, തീ, അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ്, ഭൂകമ്പം, അതിനെതിരായിട്ടൊക്കെ നമുക്ക് കെട്ടിടങ്ങളെ ഇൻഷുർ ചെയ്യാം, മനുഷ്യരെ ചെയ്യുന്നത് പോലെ. അപ്പോൾ നമ്മളതിൻ്റെ മൂല്യം അറിഞ്ഞാലേ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു കോർട്ടിലൊരു കേസ്, ഒരു ബിൽഡിംഗ് സംബന്ധിച്ച് കേസ് ഉണ്ടെങ്കിൽ അതിന് എത്ര കോർട്ട് ഫീസ് സ്റ്റാമ്പ് അടയ്ക്കണം എന്നുള്ളതും ഒക്കെ അതിൻ്റെ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും. കെട്ടിടത്തിൻ്റെ വാല്യുവേഷനെ അന്നേരത്തെ അപ്പം കിട്ടുന്ന വിലയെ അനുസരിച്ചിരിക്കും. അതുപോലെ ഒരു വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അതിന് കുറേ കെട്ടിടങ്ങൾ കാണും. ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിനും അതിലുള്ള കെട്ടിടങ്ങളുടെ മൊത്തം മൂല്യം അറിഞ്ഞിട്ടാണ് ബാലൻസ് ഷീറ്റ് അസറ്റായിട്ട് എടുക്കുന്നത്. ഫിക്സഡ് അസറ്റ് കാണിക്കണമെങ്കിൽ ആ കെട്ടിടങ്ങളുടെ എല്ലാം മൂല്യം അറിയണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത് ഏതുതരം കെട്ടിടമാണെന്നുള്ളത്, അതിനുപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ ഏതൊക്കെയാണ്, അതിൻ്റെ എത്ര കാലം ഈട് നിൽക്കും എന്നുള്ളതിന് അതിനെ ബാധിക്കും. അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഫ്രണ്ട് റോഡുമായിട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് എലിവേഷൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വീതി എത്രയാണ് റോഡിൻ്റെ ഫേസിങ്ങിൽ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ്, ആ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. ഉദാഹരണം ഈട്ടി വെച്ചിട്ടൊക്കെയുള്ള വലിയ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള തടി വെച്ചിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന് മാർക്കറ്റ് വാല്യൂ കൂടുതലായി ഇപ്പം. അതുപോലെ റൂഫ് കവറിങ് ഏതാണ് ഉപയോഗിക്കുന്നത്, ടെമ്പററി ആയിട്ടുള്ള റൂഫ് കവറിങ് ആണോ, ഓല, ഓട്, ഷീറ്റ്, അതിനേക്കാളും മെറ്റീരിയലിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും ടെറസ് റൂഫിന്. ഇങ്ങനെ ഏത് റൂഫ് കവറിങ് ആണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് സർവീസസ് മീൻസ് പ്ലംബിങ്, ഇലക്ട്രിസിറ്റി സർവീസ് ഉണ്ടോ, വെള്ളം ശുദ്ധജലം എത്താനുള്ള സർവീസ് ഉണ്ടോ, മലിനജലം പുറത്ത് കളയാനുള്ള വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടോ, ഡ്രെയിനേജ് സംവിധാനം ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ബിൽഡിംഗ് സർവീസസ് അവൈലബിൾ ആണോ, അടുത്ത് തന്നെ അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങളെ നോക്കിയിട്ടാണ് ഒരു കെട്ടിടത്തിൻ്റെ മൂല്യം നമ്മൾ നിശ്ചയിക്കുന്നത്.
ഇനി നമ്മൾ പല ഘടകങ്ങൾ, കെട്ടിടത്തിൻ്റെ പല മെത്തേഡ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കെട്ടിടത്തിൻ്റെ മെത്തേഡ് എങ്ങനെ വാല്യൂ ചെയ്യാം. അത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ പ്യുവർലി എങ്ങനെയാണ് ഓരോ കമ്പോണൻസും ഉണ്ടാക്കാൻ ആവശ്യമായ കെട്ടിടത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കമ്പോണൻസിൻ്റെയും ചിലവ്, കോസ്റ്റ് പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് ആക്ച്വൽ കോസ്റ്റ്, യഥാർത്ഥത്തിലുള്ള കോസ്റ്റിനെ അതിനെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അത് പുതിയ ബിൽഡിങ്ങിനൊക്കെ നമ്മൾ അങ്ങനെ എടുക്കും വാല്യുവേഷൻ. ന്യൂ ബിൽഡിങ്സിന് അതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെയും കോസ്റ്റ് കണക്കാക്കി അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എടുക്കും. രണ്ടാമത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. അതെന്താണെന്ന് വെച്ചാൽ വലിയ കെട്ടിടങ്ങൾ, ഉദാഹരണം സിനിമാ തിയേറ്റർ, ഓഡിറ്റോറിയം, പിന്നെ തിയേറ്ററുകൾ, അങ്ങനെയുള്ള വലിയ അങ്ങനെയുള്ള കമേഴ്ഷ്യൽ ബിൽഡിങ്സിന്, ബിസിനസ് ബിൽഡിങ്സിനൊക്കെ അതിന് നമ്മൾ അതിൻ്റെ വാല്യുവേഷൻ കണക്കാക്കുന്നത് അതിന് ഒരു വർഷം ആക്ച്വലായിട്ട് ഒരു വർഷം കിട്ടുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതിൻ്റെ ആനുകൂല്യം, അതിൻ്റെ ആദായത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വാല്യുവേഷൻ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അങ്ങനെയുള്ള വാല്യുവേഷനാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാല്യുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മെത്തേഡ്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും കെട്ടിടത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരും. ഉദാഹരണം പഴക്കം ചെല്ലും തോറും ഒരു വസ്തുക്കളുടെയും മൂല്യം കുറയുന്നത് പോലെ കെട്ടിടത്തിൻ്റെയും മൂല്യം കുറയും. അതിന് നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കും. D = P × സ്ക്വയർ റൂട്ട് ബ്രാക്കറ്റിനകത്ത് 100 - RD/100 എന്നുള്ള ഒരു ഫോമുല ഉപയോഗിക്കും. ആ ഫോമുലയ്ക്കകത്ത് ആ ബിൽഡിങ്ങിനെ 4 കമ്പോണൻ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് വാള്, ഒന്ന് റൂഫ്, ഒന്ന് ഫ്ലോറ്, ഒന്ന് ഡോർ ആൻഡ് വിൻഡോ. വാള്, റൂഫ്, ഫ്ലോറ്, ഡോർ ആൻഡ് വിൻഡോ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ കമ്പോണൻറ്റിൻ്റെയും ലൈഫും കണ്ടുപിടിക്കും. ലൈഫ് ഒരു സ്റ്റാൻഡേർഡ് ടേബിളുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ടേബിൾ ഉപയോഗിച്ച് ഇതിൻ്റെ ലൈഫ് പീരീഡ് കണ്ടുപിടിക്കും. ആ ലൈഫ് പീരീഡ് എന്നുള്ളതാണ് RD എന്ന് പറഞ്ഞാൽ ആ വാല്യൂ അതാണ്. ബാക്കി P എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ്, ഇങ്ങനെയുള്ള N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് പഴക്കം. ആ ഇക്വേഷനകത്ത് നമ്മൾ പല വ്യത്യസ്തങ്ങളായ അളവുകൾ Pയും RDയും പഴക്കവും ഒക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന് ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടും. അതായത് കുറയുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട്, അതായത് പഴക്കം ചെല്ലുന്തോറും കുറഞ്ഞു കിട്ടുന്ന മൂല്യം കിട്ടും. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്ത സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. സിങ്കിങ് ഫണ്ട് മെത്തേഡിനകത്ത് കെട്ടിടത്തിൻ്റെ പഴകും തോറുമുള്ള കുറവ്, അതായത് അതിൻ്റെ വില കുറയുന്ന ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ആനുവൽ സിങ്കിങ് ഫണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ഓൺ ദാറ്റ് ഇയർ. അതിന് നമുക്കൊരു ടേബിളുണ്ട്. ആ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വർഷത്തെ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കും. ഓരോ വർഷവും നമ്മൾ ഓരോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എത്ര എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, ആനുവലായിട്ട് ചെയ്യുന്ന സിങ്കിങ് എമൗണ്ടിൻ്റെ കൂടെ അതാത് വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആ ടോട്ടൽ കോസ്റ്റ് നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം കിട്ടുന്നത്. അതാണ് ഡിപ്രീസിയേഷൻ മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. ക്വാണ്ടിറ്റി സർവേ മെത്തേഡിനകത്ത് നമ്മൾ ക്വാണ്ടിറ്റി ഓരോ നമ്മൾ സാധാരണ എസ്റ്റിമേഷൻ ചെയ്യുന്നത് പോലെ ബിൽഡിംഗ് കമ്പോണൻസിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇങ്ങനെ സ്ക്വയർ മീറ്റർ ക്യൂബിലും സ്ക്വയർ മീറ്ററിലും ഓരോ കമ്പോണൻസിൻ്റെയും ഏരിയയും ക്യൂബിക്കൽ കണ്ടൻറ്റും കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ അതിൻ്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോസ്റ്റ് കണ്ടുപിടിക്കുക. അതിനെയാണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 5 മെത്തേഡുകൾ വഴിയാണ് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ മൂല്യം കണ്ടുപിടിക്കുന്നത്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഒന്നുകൂടെ ഞാൻ പറയാം. സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ ഒരു ഫണ്ട് ഗ്രാജുവലി അക്യുമുലേറ്റഡ് ആൻഡ് സെറ്റ് അസൈഡ് ടു റീകൺസ്ട്രക്ട് ദ പ്രോപ്പർട്ടി ആഫ്റ്റർ ദ പീരീഡ് ഓഫ് യൂട്ടിലിറ്റി. നമ്മൾ ഈ ഒരു കെട്ടിടത്തിന് 30 വർഷം പഴക്കം ഉണ്ടെങ്കിൽ ആ 30 വർഷം പഴക്കം കഴിയുമ്പോഴത്തേക്ക് ആ കെട്ടിടം ഉണ്ടാക്കാനായിട്ട് എത്ര രൂപ നമ്മൾ ഓരോ വർഷം തോറും ഇടുക. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ആ സിങ്കിങ് ഫണ്ട്, ആനുവൽ സിങ്കിങ് ഫണ്ട് ൻ്റെ ഇൻട്രസ്റ്റ്, അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് ABC എന്ന് ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ സിങ്കിങ് ഫണ്ട് കുറയ്ക്കും. അങ്ങനെ ഡിപ്രീസിയേഷൻ കിട്ടും. ആ ഡിപ്രീസിയേഷൻ വഴിയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കുന്നതിനാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി സർവേ മെത്തേഡാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല D = P × സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 100 - RD/100 എന്നുള്ള ഫോർമുലയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. RD എന്ന് പറഞ്ഞാൽ പഴക്കം അനുസരിച്ച് ആ കോൺസ്റ്റൻറ്റ് വേരിയേഷൻ വരും. RD ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ടേബിൾ നോക്കിയിട്ട് RDയുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് കിട്ടും. ഒരു ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് ഫിക്സ് ചെയ്യുന്നതും വാല്യുവേഷനകത്ത് വരുന്ന ഒരു പോർഷനാണ്
രണ്ട് രീതിയിലെ റെൻ്റ് ഉണ്ടെന്ന്. ഗവൺമെൻറ് സ്റ്റാൻഡേർഡ് റെൻറ്റും അല്ലാത്ത പ്രൈവറ്റ് പ്രോപ്പർട്ടി റെൻറ്റും. സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിന് വേണ്ടി ഗവൺമെൻറ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ റെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് റെൻറ്റ് സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് റെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്, ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ബിൽഡിംഗ് സർവീസസിൻ്റെ ചിലവും കൂടെ കൂട്ടണം. ബിൽഡിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, പ്ലംബിംഗ്, വാട്ടർ സപ്ലൈ, വേസ്റ്റ് ഡിസ്പോസൽ, ഡ്രെയിനേജ് സംവിധാനം, ഇങ്ങനെയുള്ള അതിൻ്റെ എല്ലാം കൂടെ ചിലവ് കൂട്ടിയതിന് കൂടെ ആ തുക കണ്ടുപിടിച്ചിട്ട് ആ തുകയുടെ ഇൻട്രസ്റ്റ് 6% ഇൻട്രസ്റ്റ് കൂടെ കൂട്ടും. എന്നിട്ട് ആ കിട്ടുന്ന ടോട്ടൽ സം അല്ലെങ്കിൽ എമൗണ്ടിനെ 12 കൊണ്ട് ഭാഗിക്കുമ്പം കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് പ്ലസ് കോസ്റ്റ് ഓഫ് സർവീസസ് പ്ലസ് 6% ഓഫ് ദ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 12. 12 മാസം ആയതുകൊണ്ട് 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. ഇനി അടുത്തത് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി റെൻറ്റ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി റെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ, നമ്മളത് ചിലവാക്കാനുള്ള മൊത്തം ചിലവാക്കിയ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ കൂടെ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് എക്സ്പെൻസസ്, ഉദാഹരണമായിട്ട് നമുക്ക് അവിടെ വാച്ചറിന് കൊടുക്കണം, പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ എക്സ്പെൻസ് അതിന് ആ ഒരു ബിൽഡിങ്ങിന് ഫ്ലാറ്റ് ആയാലും അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസോ അല്ലെങ്കിൽ വർഷം തോറും ഉള്ള ടാക്സ്, ഇതൊക്കെ കെട്ടിടത്തിൻ്റെ ഉടമയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഔട്ട് ഗോയിങ്സ്, അങ്ങനെയുള്ള തുകയെല്ലാം കൂടെ ഔട്ട് ഗോയിങ്സ് കൂട്ടണം. പ്ലസ് സിങ്കിങ് ഫണ്ട് ഡിവൈഡഡ് ബൈ 12 ആണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ റെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പ്ലസ് ഔട്ട് ഗോയിങ്സ് ഇൻ ദ ഫോം ഓഫ് ടാക്സ്, സെക്യൂരിറ്റി, അങ്ങനെയൊക്കെയുള്ള ഔട്ട് ഗോയിങ്സ് പ്ലസ് സിങ്കിങ് ഫണ്ട്, അതിൻ്റെ മൊത്തം കൂടെ തുകയെ 12 മാസം കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ റെൻ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഈ രണ്ട് ടേംസ് ഇതുമായിട്ട് നമ്മുടെ വാല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് മോർഗേജ്, ആനുവിറ്റി. മോർഗേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കെട്ടിടം, ഒരു വസ്തുവൊക്കെ വെച്ചിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനാണ് മോർഗേജിങ് എന്ന് പറയുന്നത്. മോർഗേജ്. രണ്ട് ആനുവിറ്റി. ആനുവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളൊരു എമൗണ്ട് ചിലവാക്കി കഴിഞ്ഞാൽ അതിന് വർഷം തോറും നമുക്ക് കിട്ടുന്ന ആദായത്തിന്, റിട്ടേൺ, നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിനെയാണ് ആനുവിറ്റി എന്ന് പറയുന്നത്. അപ്പം മോർഗേജും ആൻഡ് ആനുവിറ്റി ഈസ് ടു ടേംസ് റിലേറ്റഡ് ടു ദിസ് വാല്യുവേഷൻ എന്ന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് മോർഗേജ്, ആനുവിറ്റി. മോർഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോൺ, ആനുവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വർഷം തോറും കിട്ടുന്ന പ്രതിഫലം, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം. ഇതാണ് നമ്മൾ വാല്യുവേഷനായിട്ട് നമുക്ക് സിലബസിലുള്ള പോർഷൻസ്. താങ്ക് യു.